ഗസയിൽ അപ്രതീക്ഷിതവും ആശ്ചര്യമുണ്ടാക്കുന്നതുമായ ഒരു സംഭവമുണ്ടായിരിക്കുന്നു. വാർത്തയുടെ കേന്ദ്രം പലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ആണ്. പൊതുവെ അങ്ങനെ വാർത്തകളിൽ ഇടം പിടിക്കാറില്ല മഹ്മൂദ് അബ്ബാസ്. 2007 ഹമാസ് ഗാസയുടെ നിയന്ത്രണം പിടിച്ചെടുത്ത ശേഷം വെസ്റ്റ് ബാങ്കിൻ്റെ ചില ഭാഗങ്ങളുടെ ഭരണം അബ്ബാസാണ് നടത്തുന്നത്. കുറച്ചുനാളായി പലസ്തീനികൾ അദ്ദേഹത്തെ വിമർശിക്കുന്നുണ്ട്. നിശബ്ദനും നടപടികളെടുക്കാത്ത നേതാവ് എന്നൊക്കെയാണ് വിമർശനത്തിൽ യാഥാർത്ഥ്യമില്ലാതില്ല. ഈ ഇമേജിനെ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ മഹ്മൂദ് അബ്ബാസ്. 18 മാസം മുമ്പാണ് ഗസയിൽ യുദ്ധം തുടങ്ങിയത്. അതിനുശേഷമുള്ള ഏറ്റവും ശക്തമായ പ്രതികരണം നടത്തിയിരിക്കുകയാണ് മഹ്മൂദ് അബ്ബാസ്. അതും അമ്പരപ്പിക്കുന്ന ഒരു പ്രസംഗം. റാമല്ലയിൽ നടന്ന ഫലസ്തീൻ സെൻട്രൽ കൗൺസിൽ യോഗത്തിൽ അബ്ബാസ് ഹമാസിനെതിരെ ആഞ്ഞടിച്ചു. നായിൻ്റെ മക്കളെ, ഗാസ കൈമാറൂ, ഇസ്രായേലിന് യുദ്ധം തുടരാൻ അവസരം നൽകുന്നത് അവസാനിപ്പിക്കൂ എന്നാണ് അബ്ബാസ് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത്. ഓരോ ദിവസവും 100 കണക്കിന് ആളുകൾ മരിക്കുന്നു. എന്തിന്? ഹമാസ് അധികാരം വിടാതെ ബന്ദികളെയും ആയുധങ്ങളെയും പിടിച്ചു നിർത്തി ഇസ്രായേലിന് ആക്രമിക്കാനുള്ള വഴി നൽകുന്നു. എന്താണ് ഈ പൊട്ടിത്തെറിക്ക് കാരണം? നാളുകളായി പലസ്തീൻ അതോറിറ്റിയും ഹമാസും തമ്മിൽ കടുത്ത ശത്രുതയിലാണ്. വെസ്റ്റ് ബാങ്കും ഗസയും ഒരൊറ്റ ഭരണത്തിന് കീഴിൽ ഒന്നിച്ചിട്ടില്ല. അബ്ബാസ് ഇസ്രായേലുമായി സഹകരിക്കുന്നുവെന്നാണ് ഹമാസിൻ്റെ ആരോപണം. അതേസമയം യുദ്ധാനന്തര ഗാസ ഭരിക്കാൻ തയ്യാറാണെന്ന് പലസ്തീൻ അതോറിറ്റി ആവർത്തിച്ച് പറയുന്നുണ്ട്. പലസ്തീനികൾ അബ്ബാസിനെ ശക്തനായ നേതാവായി കാണുന്നില്ല. അബ്ബാസ് അപ്രസക്തനും നിശബ്ദനും നിഷ്ക്രിയനുമാണെന്നാണ് അവർ കുറ്റപ്പെടുത്തുന്നത്. എന്നാൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ടാണ് അബ്ബാസ് ഇപ്പോൾ ശബ്ദമുയർത്തിയിരിക്കുന്നത്. ഹമാസ് ഗസയുടെ നിയന്ത്രണം ഉപേക്ഷിക്കണം, ആയുധങ്ങൾ കൈമാറണം, ബന്ദികളെ മോചിപ്പിക്കണമെന്നൊക്കെയാണ് അബ്ബാസ് ആവശ്യപ്പെടുന്നത്. ഹമാസിൻ്റെ പ്രവൃത്തികൾ, പ്രത്യേകിച്ച് ബന്ദികളെ മോചിപ്പിക്കാത്തത്, ഇസ്രായേലിന് ആക്രമിക്കാൻ കാരണം നൽകുന്നുവെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. പിന്നാലെ അബ്ബാസിനെതിരെ ഹമാസ് രംഗത്ത് വന്നിട്ടുണ്ട്. അബ്ബാസിൻ്റെ വാക്കുകളെ അപമാനകരമെന്നാണ് ഹമാസ് വിശേഷിപ്പിച്ചത്. പലസ്തീനികളെ അബ്ബാസ് അപമാനിച്ചുവെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി. അതിനിടയിലും ഗസയിൽ ഇസ്രായേലിൻ്റെ ആക്രമണം ശക്തമായി തുടരുകയാണ്. കഴിഞ്ഞ മാസം മുതൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. വെടിനിർത്തലിന് പകരമായി ആയുധം താഴെ വയ്ക്കാനാണ് ഹമാസിനോട് ഇസ്രായേൽ ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ ആവശ്യം ഹമാസ് തള്ളിയിട്ടുണ്ട്. ഇസ്രായേൽ പൂർണ്ണമായി ഗസയിൽ നിന്ന് പിന്മാറണമെന്നാണ് ഹമാസ് ആവശ്യപ്പെടുന്നത്. അതുവരെ ബന്ദികളെ മോചിപ്പിക്കുകയോ ആയുധങ്ങൾ താഴെ വയ്ക്കുകയോ ചെയ്യില്ലെന്നും ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട്.